Fifth module is sustainability practices. Okay. This module includes basic concepts of sustainable habitat, methods for increasing energy efficiency of buildings, green engineering, sustainable urbanization, sustainable cities, and sustainable transport. ഇത്രയും ടോപ്പിക്സ് ആണ് ഇതിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് basic concepts for sustainable habitat, and second one methods for increasing energy efficiency of buildings, then third one is green engineering, then sustainable urbanization, sustainable cities, and sustainable transport. First നോക്കാൻ പോകുന്നത് sustainable habitat. What does it mean? To understand sustainable habitat completely, we first need to understand the meanings of the two words sustainable and habitat. Sustainable means maintain. We know that, we already know that sustainable means maintain. And habitat, we already know that the meaning of the word habitat is natural home of one or two organisms. Okay, so sustainable habitat means the maintenance of our natural home, the maintenance of our environment or maintenance of our natural home. Okay, then what should we do? For maintaining our natural habitat on our earth, we should promote energy efficiency, promote the use of eco-friendly fuels, better manage municipal solid waste, better manage the sewage disposal system, promote public transport. അല്ലേ? ഇപ്പൊ നാച്ചുറൽ ഹോം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അല്ലേ? നമ്മുടെ എർത്ത് അതിൻ്റെ ഒരു സന്തുലനാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രൊമോട്ട് എനർജി എഫിഷ്യൻസി പ്രൊമോട്ട് ചെയ്യുക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രൊമോട്ട് ദ യൂസ് ഓഫ് എക്കോ ഫ്രണ്ട്ലി ഫ്യൂവൽസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുക അല്ലെ? നാച്ചുറൽ ആയിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ഫ്യൂവൽസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുക. എക്സാമ്പിൾസ് ആയിട്ട് പറയുകയാണെങ്കിൽ LPG, CNG ഗ്യാസസ് ഒക്കെ പോലെയുള്ളതൊക്കെ പ്രൊമോട്ട് ചെയ്യുക, ഫ്യൂവൽസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുക. ദെൻ ബെറ്റർ മാനേജ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാം. ദെൻ അതായത് അതിന്റെ കൺസംഷൻസ് ഒക്കെ ബെറ്റർ ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നടത്തുക എന്നുള്ളത്. ദെൻ ബെറ്റർ മാനേജ് ഫ്യൂവൽ ഡിസ്പോസൽ സിസ്റ്റം, അതുപോലെ തന്നെ സ്യൂവേജ് ഡിസ്പോസൽ ഒക്കെ ബെറ്റർ ആയിട്ട് നല്ല പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളത്. ദെൻ പ്രൊമോട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാ? എയർ പൊല്യൂഷൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ നാച്ചുറൽ ഹോം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, a sustainable habitat is an ecosystem that produces food and shelter for people and other organisms without resource depletion and in such a way that no external waste is produced. Okay, the definition of sustainable habitat is given by it is an ecosystem that produces food and shelter for people and other organisms without resource depletion. Resource depletion ഒന്നും ഇല്ലാതെ തന്നെ ഫുഡും ഷെൽട്ടറും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റം ആൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് നോ എക്സ്റ്റേണൽ വേസ്റ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ്. റിസോഴ്സ് ഡിപ്ലീഷൻ ഉണ്ടാകാനും പാടില്ല, എക്സ്റ്റേണൽ വേസ്റ്റും പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു എക്കോസിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ്. ഇതിനു മുമ്പ് ഈ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മുടെ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുമ്പോഴേക്കും അതിന്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് ടാർഗറ്റ്സ് എന്ന് പറയുന്നത് റിസോഴ്സ് ഡിപ്ലീഷൻ ഉണ്ടാവാതെ നോക്കുക എന്നുള്ളതും, ദെൻ അതായത് എനർജി കൺസംഷൻ കുറയ്ക്കുക എന്നുള്ളതും, വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നടത്തുക, അല്ലെങ്കിൽ എക്സ്റ്റേണൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതുമാണ് മെയിൻ ആയിട്ടുള്ള രണ്ട് ടാർഗറ്റ്സ്. സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നതും ഈ രണ്ട് ടാർഗറ്റ്സും ഒരുമിച്ച് അച്ചീവ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു എക്കോസിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. Okay, this habitat can continue into future time without external infusions of resource. Such a sustainable habitat may evolve naturally or be produced under the influence of man. So ഇങ്ങനത്തെ ഒരു സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടും നമുക്ക് ഉണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ഓഫ് മാൻ അല്ലെ, നമ്മുടെ മാനവരാശിക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാനും പറ്റും. Okay, then basic concepts for sustainable habitat. The basic definition of sustainability is the capacity to maintain a process or state of being into perpetuity. That means the state of continuing for a long time without exposing the resources upon which depends nor regarding the environment in which it operates. Okay, so എന്താണ് sustainability എന്ന് പറയുന്നത്? Sustainability is the capacity to maintain a process or state of being into perpetuity.
എന്നാൽ ഒരു കണ്ടീഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആ കപ്പാസിറ്റിക്ക് ആ എബിലിറ്റിക്കാണ് നമ്മൾ എന്ത് പറയുന്നത് സസ്റ്റൈനബിലിറ്റി. നമ്മൾ അത് പ്രോപ്പർ ആയിട്ടുള്ള ഡെഫിനേഷൻ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. The global energy scenario has undergone a drastic change in the last 2 decades. It is estimated that buildings, their construction, operation, and maintenance demand almost two-thirds of the global energy demand, and this is expected to grow still higher. അല്ലേ, നമ്മളെ ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്ഷൻസ് ഒക്കെ കൂടുന്നതിനനുസരിച്ച് എനർജി ഡിമാൻഡ് കൂടിക്കൂടി വരികയാണ് അല്ലേ. അതായത് എനർജി കൺസംഷൻസ് കൂടിക്കൂടി വരികയാണ്. ഇപ്പോഴും അത് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. In India, commercial and residential building account for more than 30% of the country's total electricity consumption. Okay. Energy efficient building and utility systems on the other hand can reduce energy demand by as much as 40%. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 40% നമുക്ക് എനർജി ഇത് കുറയ്ക്കാനായിട്ട് പറ്റും. Such buildings have more energy footprints as they used efficient building envelopes and systems that let in more natural sunlight, integrate natural cooling system with a conventional air conditioning system, and use renewable sources of energy to reduce dependence on conventional sources. അപ്പോൾ ഒരു ഇങ്ങനെയുള്ളൊരു നാച്ചുറൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നാച്ചുറൽ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ആ ഒരു ബിൽഡിങ്ങിൽ എന്തേ ഉണ്ടാവുള്ളൂ, എനർജി ഫുട് പ്രിന്റ്സ് എന്ന് പറയുന്നത് എനർജി ഫുട് പ്രിന്റ്സ് കൂടുതലായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫുട് പ്രിന്റ്സ് ഒക്കെ എന്ന് പറയുന്നത് കുറവായിരിക്കും. ഓക്കെ ഓക്കെ Such buildings have more energy footprints as they used efficient building envelopes and systems and let in more natural light. അപ്പം അങ്ങനെയുള്ള ബിൽഡിംഗ് ഒക്കെ അങ്ങനെയുള്ള നാച്ചുറൽ ഹോം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നാച്ചുറൽ സൺലൈറ്റ് ഒക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് വരാനുള്ള എന്ത് ചെയ്യും, അതിന് പാകത്തക്ക വിധത്തിലുള്ള സജ്ജീകരണങ്ങളൊക്കെ നടത്തുന്നുണ്ടാകും. ഇന്റഗ്രേറ്റ് നാച്ചുറൽ കൂളിംഗ് സിസ്റ്റം, ഇത് നാച്ചുറൽ ആയിട്ടുള്ള കൂളിംഗ് സിസ്റ്റം, എയർ ഒക്കെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലുള്ള കൂടുതലായിട്ടുള്ള എക്സ്റ്റേണൽ ഡിവൈസസ് വെച്ച് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എക്വിപ്മെന്റ് വെച്ച് കൂളിംഗ് സിസ്റ്റം, ആ ഒരു കൂളിംഗ് സിസ്റ്റത്തിന് പകരം നാച്ചുറൽ ആയിട്ടുള്ള എയറും നാച്ചുറൽ ആയിട്ടുള്ള സൺലൈറ്റും ഉള്ളിലേക്ക് പ്രവേശിക്കത്തക്ക വിധത്തിലുള്ള ബിൽഡിംഗ്സ് ആയിരിക്കും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടാവുക. A sustainable habitat is an ecosystem that produces food and shelter for people and other organisms without resource depletion and in such a way that no external waste is produced. Okay, അപ്പോൾ external habitat definition proper ആയിട്ടുള്ളത് പഠിച്ചു കേട്ടോ. A sustainable habitat is an ecosystem that produces food and shelter for people and other organisms without resource depletion and in such a way that no external waste is produced. External waste ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാതെ നാച്ചുറൽ റിസോഴ്സസിന്റെ കൺസംഷൻ കുറച്ചുകൊണ്ട് ഉള്ള ഒരു എക്കോസിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. ആ പ്രോപ്പർ ആയിട്ടുള്ള ഡെഫിനിഷൻ പഠിച്ചു വെക്കണേ. Thus, sustainable home is one that is environmental friendly, built from recycled materials and run on a renewable energy source. Sustainable home എന്ന് പറയുന്നത് എന്താ, എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിരിക്കും ആൻഡ് ബിൽഡ് ഫ്രം റീസൈക്കിൾഡ് മെറ്റീരിയൽസ്. അങ്ങനെയുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ റോ മെറ്റീരിയൽസ് ഒക്കെ എന്തായിരിക്കും, റീസൈക്കിൾഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം. ആൻഡ് റൺസ് ഓൺ എ റിന്യൂവബിൾ എനർജി സോഴ്സസ്, അത് ഓപ്പറേറ്റ് ചെയ്യുന്ന അതിന്റെ ഓപ്പറേഷനിൽ ഉപയോഗിക്കുന്ന റിസോഴ്സസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, റിന്യൂവബിൾ എനർജി സോഴ്സസ് അല്ലെങ്കിൽ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. Then, such a sustainable habitat may evolve naturally or be produced under the influence of നേരത്തെ പറഞ്ഞു, ഒന്നുകിൽ എന്ത് ചെയ്യും, നാച്ചുറൽ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടാകും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് മനുഷ്യർക്കായിട്ട് തന്നെ അങ്ങനത്തെ ഒരു നാച്ചുറൽ സിസ്റ്റം ജനറേറ്റ് ചെയ്യാനായിട്ട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും. A sustainable habitat that is created and designed by human intelligence will mimic nature if it is to be successful. അപ്പം നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നേച്ചറിനെ മിമിക് ചെയ്യും അല്ലെ, ബയോമിമിക്രി എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മളവിടെ കണ്ടക്ട് ചെയ്യും. അതായത് നേച്ചറിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ആയിരിക്കും നമ്മൾ അവിടെ ചെയ്യുന്നുണ്ടാവുക അല്ലെ. ഒരു സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനുഷ്യന്മാരെന്താ ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള നമ്മൾ നേച്ചറിലേക്ക് നോക്കും, അത് നേച്ചറിൽ എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണോ, കൂളിംഗ് സിസ്റ്റത്തിനായിട്ട് നേച്ചുറലായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ, ലൈറ്റിനായിട്ടുള്ള നേച്ചുറൽ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു കൺസ്ട്രക്ഷനിൽ ഉൾപ്പെടുത്തും. ഓക്കെ, പിന്നെ അത് പോരാത്തതിന് വാട്ടർ കൺസംഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡിവൈസസ്, അല്ലാതെ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, വാട്ടർ ആക്സസ് ചെയ്യാനുള്ള പ്രൊസീജിയർ, അതിനുള്ള മെത്തേഡ്സ് ഒക്കെ നമ്മൾ
Okay. Everything within it is connected to a complex array of organisms, physical resources and functions. അല്ലെ ഓരോ ഓർഗാനിസംസ് ആയിട്ട് എന്ത് ചെയ്യും വളരെ ഇന്റർകണക്റ്റഡ് ആയിരിക്കും. The term sustainable habitat often refers to sustainable human habitats which typically involve some form of green building or environmental planning. അപ്പോൾ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് ഗ്രീൻ ബിൽഡിംഗ് എന്ന് പറയും. ഓക്കെ, നിങ്ങൾ ഗ്രീൻ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നുണ്ട്, അപ്പോൾ സമയത്ത് ഗ്രീൻ ബിൽഡിംഗ് പറയും കേട്ടോ, ഓർ എൻവയോൺമെന്റൽ പ്ലാൻ. In creating such sustainable habitat, environmental scientists, designers, engineers, and architects must consider no element as a waste product to be disposed of somewhere offsite, but as a nutrient stream for another process to feed on. അപ്പോൾ ഇങ്ങനെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് സയന്റിസ്റ്റ് ആയിക്കോട്ടെ, ഡിസൈനേഴ്സോ എഞ്ചിനീയേഴ്സോ ആർക്കിടെക്ട്സോ ആരാണോ അത് ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാൻ സൂപ്പർവൈസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, നോ എക്സ്റ്റേണൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. ഒരു എക്സ്റ്റേണൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാത്ത തക്ക വിധത്തിലുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ വേസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആയിരിക്കും അവർ നടപ്പിലാക്കുക. ഓക്കെ. Researching ways to interconnect waste streams to production creates a more sustainable society by minimizing pollution. Pollution minimize ചെയ്തുകൊണ്ട് നമ്മൾക്ക് എങ്ങനെ നമുക്കൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാന്നുള്ളതായിരിക്കും സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റിന്റെ 3 പില്ലേഴ്സ് എന്ന് പറയുന്നത് അഫോർഡബിൾ ആയിരിക്കണം, നാച്ചുറൽ എൻവയോൺമെന്റ് ആയിരിക്കണം, ബിൽഡ് എൻവയോൺമെന്റ് ആയിരിക്കണം. ഇത് മൂന്നും കോയിൻസൈഡ് ചെയ്യുമ്പോഴാണ് ഒരു സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആകുന്നത്. ഓക്കെ. Designing a sustainable habitat is a matter of keeping two goals in mind. One is to incorporate design concepts and materials that minimize resource use, maximize energy and water efficiency, eliminate exposure to toxic chemicals, and prioritize human health and safety throughout the construction process. രണ്ട് മെയിൻ ആയിട്ടുള്ള രണ്ട് ഗോൾസ് ആണ് നമ്മൾ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടത്. വൺ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, ആ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഇൻകോർപ്പറേറ്റ് ഡിസൈൻ കൺസെപ്റ്റ്സ് ആൻഡ് മെറ്റീരിയൽസ് ദാറ്റ് മിനിമൈസ് റിസോഴ്സ് യൂസ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എനർജീന്റെ റിസോഴ്സ് യൂസ് നമ്മൾ എന്ത് ചെയ്യണം, മിനിമൈസ് ചെയ്യത്തക്ക വിധത്തിലായിരിക്കണം. മാക്സിമൈസ് എനർജി എഫിഷ്യൻസി, എനർജി വാട്ടർ എഫിഷ്യൻസി എന്ന് പറയുന്നത് മാക്സിമൈസ് ചെയ്യണം. ദെൻ എലിമിനേറ്റ് എക്സ്പോഷർ ടു ടോക്സിക് എലിമെന്റ്സ്, കെമിക്കൽസ്, ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യാം, നിരുത്സാഹപ്പെടുത്തുക. ആൻഡ് പ്രയോറിറ്റൈസ് ഹ്യൂമൻ ഹെൽത്ത്, എന്തിനായിരിക്കണം പ്രയോറിറ്റി കൊടുക്കുന്നത്, ഹ്യൂമൻ ഹെൽത്തിനായിരിക്കണം പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ആൻഡ് സേഫ്റ്റി ത്രൂ ഔട്ട് ദി കൺസ്ട്രക്ഷൻ പ്രോസസ്, ഹ്യൂമൻ ഹെൽത്തിനും സേഫ്റ്റിക്കും ആയിരിക്കണം നമ്മൾ ആ ഒരു കൺസ്ട്രക്ഷൻ പ്രോസസ്സിൽ കൂടുതലായിട്ടും പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. Okay. The second is to identify ways and means such that the building and the living can actually help protect the environment through practices that restore nature in specific and meaningful ways. സെക്കൻഡ് ഗോൾ എന്ന് പറയുന്നത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് അത് എൻവയോൺമെന്റിന് ഫ്രണ്ട്ലി ആയിരിക്കണം. അതിന് പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് മാത്രമേ നേച്ചറിൽ ഉണ്ടാവാൻ പാടുള്ളൂ, നെഗറ്റീവ് ഇമ്പാക്ട്സ് ഒന്നും പാടില്ല. അതായിരിക്കണം സെക്കൻഡ് ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ. Then, sustainable building materials make it easier than ever before to construct a house that reduces its environmental impact. Okay, environmental impact correct. Then, an open design can maximize the use of natural lighting and reduce the need for electricity. അല്ലെ, ഓപ്പൺ ഡിസൈൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെ, കൂടുതലായിട്ടുള്ള വായുവും വെളിച്ചമൊക്കെ ഉള്ളിലേക്ക് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രിസിറ്റി കൺസംഷൻ കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ വാട്ടർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന വാട്ടറിന്റെ അധികമായിട്ടുള്ള കൺസംഷൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അല്ലെ, വാട്ടർ യൂസ് ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മൾ കൂടുതലായിട്ടും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ രണ്ട് തരത്തിൽ ഇലക്ട്രിസിറ്റി വാട്ടർ നമുക്ക് വാട്ടറിന്റെ കൺസംഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ. Many sustainable houses optimize the use of solar energy and in the right climate and where the roof has open exposure to the sky, solar panels can be installed to provide both hot water and electricity. അല്ലെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
സസ്റ്റൈനബിൾ ഹൗസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഹൗസ് ഹാബിറ്റാറ്റിൽ കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് സോളാർ പാനൽസ് ഒക്കെ ആയിരിക്കും. ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ടും ഹോട്ട് വാട്ടറിനൊക്കെ വേണ്ടിയിട്ട് സോളാർ വാട്ടർ ഹീറ്ററും സോളാർ പാനലൊക്കെ നമ്മൾ കൂടുതലായിട്ടും അവരുടെ റൂഫിലൊക്കെ കണ്ടുവരാറുണ്ട്. സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റിന് റൂഫിൽ കണ്ടുവരാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ടു റെഡ്യൂസ് ദി ഇലക്ട്രിസിറ്റി കൺസംഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ദെൻ conventional houses are often built with materials that contains chemicals that off gas into the house, pollution indoor air and making people ill. അപ്പം ഇതുപോലുള്ള ഗ്യാസസിന്റെ കൂടുതലായിട്ട് ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്തരം എന്ത് ചെയ്യുക കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. Then such materials might include adhesives, carpets, packing paints, pressed wood products and floor finishings. അപ്പം അതിലുള്ള ചില മെറ്റീരിയൽസ് എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത്, കാർപ്പറ്റ് പാക്കിംഗ് പെയിന്റ്സ്, പ്രസ്ഡ് വുഡ് പ്രൊഡക്ട്സ് എന്നൊക്കെ പറയുന്നതായിരിക്കും അതിന്റെ മെറ്റീരിയൽസ് ഇൻക്ലൂഡ് ആവുന്നത്. ഓക്കെ. സസ്റ്റൈനബിൾ ഹൗസ് പ്രയോറിറ്റൈസ് നോൺ ടോക്സിക് മെറ്റീരിയൽസ് സച്ച് ആസ് water-based finishing paints free of the volatile organic compounds that can create symptoms ranging from headaches and nausea to asthma. അപ്പോൾ ഇതുപോലെയുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന പെയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. ദെൻ അതില്ലാത്ത ഇതുപോലെ എന്താ പറയുക, ആസ്മ, നോസിയ, അല്ലെ സാധാരണ പെയിന്റ്സിനൊക്കെ കൂടുതൽ ആൾക്കാർക്കും അല്ലെ പെയിന്റിങ് തൊഴിലാളികൾക്കൊക്കെ ആസ്മ പോലുള്ള അസുഖങ്ങൾ വരാറുണ്ട്. അപ്പൊ നമ്മളൊരു സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള എംപ്ലോയീസിന്റെ സേഫ്റ്റി നമ്മൾ നോക്കണം. അപ്പൊ അതുപോലെയുള്ള എന്ത് ചെയ്യാൻ പാടില്ല, ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇത് ഈവൻ പെയിന്റ് യൂസ് ചെയ്യുന്നത് തന്നെ എന്ത് ചെയ്യണം, നോൺ ടോക്സിക് ആയിട്ടുള്ള വാട്ടർ പ്രൂഫ് ഉള്ള നല്ല പെയിന്റ്സ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു തരും. Sustainable house design takes care to landscape with the native plants and install watering system for the garden and grounds that will use water efficiently. It may help protect local wildlife by leaving part of the landscape natural to provide habitat and food for birds, bees and butterflies. അല്ലെ, ഒരു നാച്ചുറൽ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും എന്തുണ്ടാവും, നല്ലൊരു ഗാർഡനിങ് സെറ്റ് ചെയ്യും. അല്ലെ, ഗാർഡൻ സെറ്റ് ചെയ്യും. ഗാർഡൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് ബേർഡ്സിന്റെ ഒരു ഹാബിറ്റാറ്റ് ആയിരിക്കും. അല്ലെ, ബേർഡ്സിന്റെ അവർക്ക് ഫുഡ് കഴിക്കാനും അവരുടെ ഹാബിറ്റാറ്റുമായിട്ട് മാറാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വൈൽഡ് ലൈഫിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മളതിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഒരു സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് അതിന്റെ സറൗണ്ടിങ്സ് ആയിട്ടുള്ള ഇതുപോലുള്ള ട്രീസും പ്ലാന്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം. A sustainable landscape will avoid use of toxic pesticides, herbicides and insecticides in favor of organic pest and weed control. ഓക്കെ, ഇതുപോലെയുള്ള എന്ത് ചെയ്യുക, ടോക്സിക് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ്, ഹെർബിസൈഡ്സ് ഒക്കെ പോലുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കുക എന്നുള്ളത്. ഓക്കെ. Composting kitchen waste and address this will create organic matter that will enrich the soil. അല്ലെ, നമ്മൾ കിച്ചൺ വേസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് കമ്പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സോയിലിന്റെ ഫെർട്ടിലിറ്റി, അല്ലെ, സോയിലിനൊക്കെ നല്ല രീതിയിൽ കിച്ചൺ വേസ്റ്റ് ഒക്കെ നല്ല അല്ലെ കുഴിയൊക്കെ എടുത്ത് ഡിഗ് ചെയ്തിട്ട് നന്നായിട്ട് കിച്ചൺ വേസ്റ്റ് ഒക്കെ കമ്പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ സോയിലിന്റെ എന്ത് ചെയ്യാൻ പറ്റും, സോയിലിന്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് അല്ലെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. Okay, then in composting kitchen waste and address this will create organic matter that will enrich the soil. അപ്പോൾ നമ്മളൊരു എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ട് എൻവയോൺമെന്റൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് എൻവയോൺമെന്റിൽ ഉണ്ടാക്കുന്നത്. ഒരു സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് ഉണ്ടാക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ചുറ്റുപാടുള്ള ലാൻഡ്സ്കേപ്പ്, നമ്മുടെ ചുറ്റുപാടുള്ള പ്ലാന്റ്സ് ആൻഡ് ഹെർബ്സ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക. പിന്നെ നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ നമ്മൾ കൺസംഷൻ കുറച്ചുകൊണ്ട് തന്നെ നമുക്ക് ജീവിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളത്. A sustainable house is healthier for people who live in it and is better for the environment because it has a low or no impact on natural resources and nature. Okay. ഒരു സസ്റ്റൈനബിൾ ഹൗസ് എന്ന് പറയുന്നത് ഹെൽത്തിയർ ആയിരിക്കും. അല്ലെ, പീപ്പിൾ എന്ന് പറയുന്നത് അവിടെ ജീവിക്കുന്ന പീപ്പിൾ എന്ന് പറയുന്നത് ഹെൽത്തിയർ ആയിരിക്കും. പിന്നെ എന്തുണ്ടാവില്ല, ഒരു എൻവയോൺമെന്റിന് അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ, നെഗറ്റീവ് ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഇമ്പാക്ട്സും ഉണ്ടാവില്ല. ഓക്കെ. An abundance of sustainable building materials make it easier than ever before to design and build a sustainable house that is as pleasant and comfortable to live in
as it is eco-friendly to build. An abundance of sustainable building materials make it is easier than ever before. അപ്പോൾ ഒരു സസ്റ്റൈനബിൾ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അതിലെ എല്ലാ മെറ്റീരിയൽസും നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈൻസ് ആയിരിക്കും ഉണ്ടാവുക അല്ലെ. കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലസന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഒരു എന്താ പറയാ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും ആ ഒരു സസ്റ്റൈനബിൾ ബിൽഡിങ്ങിന് ഉണ്ടാവും. ഓക്കെ. പിന്നെ കൂടുതലായിട്ട് നമുക്ക് അതിനകത്തൊക്കെ കൂടുതലായിട്ട് ഗ്രീനിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള കുറേ മെറ്റീരിയൽസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലെ. ഒരു സസ്റ്റൈനബിൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാകും മുള കൊണ്ടൊക്കെയുള്ള വീടുകൾ അല്ലെ. എന്താ അപ്പൊ അതിലൊക്കെ കൂടുതലായിട്ടുള്ള നല്ല അതിനകത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള കൂളിംഗ് ആയിട്ടുള്ള ഒരു ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അതിനകത്ത് നിൽക്കുമ്പോൾ അല്ലെ. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ഒന്നും പ്രൊഡ്യൂസ് ചെയ്ത് നിങ്ങൾ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട് ടി വിയിലോ അങ്ങനെയൊക്കെ അല്ലെ. ഓരോരുത്തർ അങ്ങനെയുള്ള വീടുകളൊക്കെ ഇപ്പം നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അതിന് കുറെ ലാഭങ്ങൾ എന്താ വെച്ചാൽ എക്സ്പെൻസീവ് ആയിരിക്കില്ല, നമുക്ക് ലെസ് എക്സ്പെൻസീവ് ആയിരിക്കും, കുറഞ്ഞ ചിലവിൽ നമുക്കത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പിന്നെ ഇതിന്റെ വോൾസ് ഒക്കെ നമ്മൾ കൂടുതലായിട്ട് മുള കൊണ്ടൊക്കെയുള്ള വോൾസ്, അതിന്റെ റൂഫൊക്കെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും റൂഫിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. ഫ്ലോറൊക്കെ അത് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ എയർ ഉള്ളിലേക്ക് കടക്കാനും പുറത്തേക്ക് പോകാനൊക്കെ നല്ല ഈസി ആയിട്ട് പറ്റും. അതുകൊണ്ട് പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റിംഗ് ഒക്കെ കൂടുതലായിട്ട് ഉള്ളിലേക്ക് നമ്മുടെ ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റിയുടെ ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ ഇലക്ട്രിസിറ്റി കൺസംഷൻ കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ വാട്ടർ കൺസംഷൻസ് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇതുപോലെയുള്ള എക്സ്റ്റേണൽ ചാർജസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ വാട്ടർ ഒക്കെ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വാട്ടർ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ദൂരെ നമുക്ക് ചില സ്ഥലത്തൊക്കെ ഇപ്പം അർബൻ ഏരിയാസിലൊക്കെ ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ടർ എന്ന് പറയുന്നത് അവരുടെ അടുത്തൊന്നും അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. അപ്പൊ കൂടുതലായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടൊക്കെ വേണം വാട്ടർ ഒക്കെ കൊണ്ടുവരാനായിട്ട്. അപ്പം ഇതുപോലുള്ള നാച്ചുറൽ ഹൗസ് ആണെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ അടുത്ത് തന്നെ വാട്ടർ ഒക്കെ അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കൂടുതൽ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. Then factors such as energy consumption, CO2 emission, water, materials, surface water and waste, pollution, health, management and ecology should be given the highest priority, and their harmonious integration with nature is very much essential for developing a sustainable habitat. സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മുൻഗണന കൊടുക്കണം? എനർജി കൺസംഷൻസ്, CO2 എമിഷൻസ് അല്ലെ. എല്ലാ കാര്യങ്ങളും നമ്മൾ ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തു, നാച്ചുറൽ ആയിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തു എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിൽ നടക്കുന്ന പ്രോസസ്സുകൾ എന്തായിരിക്കണം? നാച്ചുറൽ ആയിരിക്കണം. ഇപ്പം ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കൂടുതലായിട്ടുള്ള ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡിവൈസസ് ഒക്കെ അതിൽ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അല്ലെ, കൂടുതലായിട്ടുള്ള CO2 എമിഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതല്ല, നമ്മൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടൊക്കെ നിർമ്മിച്ചു, പക്ഷെ അതിന് ചുറ്റും പ്ലാന്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുകയാണ് ചെയ്തതെങ്കിൽ എന്ത് സംഭവിക്കും? CO2 എമിഷൻസ് കൂടാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. പിന്നെ ഇതുപോലുള്ള വാട്ടർ മെറ്റീരിയൽസിന്റെ ഒക്കെ എഫിഷ്യൻസി കൂടുതലായിട്ട്, അതിന്റെ അവൈലബിലിറ്റി കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ഹൗസ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് മുൻഗണന, പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നാണ്? എനർജി കൺസംഷൻ, CO2 എമിഷൻസ്, water, material, surface water and waste, pollution, health, management and ecology should be the highest priority, and their harmonious integration with nature is very much essential for developing a sustainable habitat. ഇത്രയും കാര്യങ്ങൾക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുത്തിരിക്കണം ഒരു സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ. ഇത്രയൊക്കെയാണ് ഒരു സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. കാര്യമായിട്ടൊന്ന് പറയാൻ മാത്രം ക്ലിയർ ആയല്ലോ അല്ലെ? ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് അതിന്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കാട്ടെ, പ്രോപ്പർ ആയിട്ടുള്ള ഡെഫിനിഷൻ പഠിച്ചു വെക്കാട്ടെ. സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് ഡെഫിനിഷൻ നോക്കിയേ. സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് is an ecosystem that produces food and shelter for people and other organisms without resource depletion and in such a way that
no external waste is produced. That is the definition for the sustainable habitat. Sustainable habitat definition proper ആയിട്ട് പഠിച്ചു വെക്കുക. പറഞ്ഞേ, a sustainable habitat is an ecosystem that produces food and shelter for people and other organisms without resource depletion and in such a way that no external waste is produced. Okay. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത്. ഒരു സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വി ഷുഡ് promote energy efficiency and promote use of eco-friendly fuels, and better manage municipal solid waste, better manage the waste sewage disposal system, and promote public transport. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ക്ലിയർ ആണല്ലോ അല്ലേ? മനസ്സിലാകാത്തൊന്നുമില്ലല്ലോ? ഈസി അല്ലേ? ഇതുപോലെ തന്നെയാണ് കേട്ടോ, ഇനിയുള്ള ടോപ്പിക്സുകളും അതുപോലെ തന്നെയാണ്.